ഈ ഒരു ഹൈബ്രിഡ് പ്ലാൻ ഉണ്ടെങ്കിലേ എലി പാമ്പൊന്നും വരില്ലെന്ന് ശരിയാണ്. എലിയും പാമ്പും വരത്തില്ല. ചേട്ടാ വീട്ടിലേക്ക് ഞാൻ ഇതിൽ ഏതാ വാങ്ങേണ്ടത്? ഞാൻ പറയുന്നത് ഇത് മേടിക്കാനാണ് പറയുന്നത്. ഈ ഒരു മോഡൽ. ഓക്കെ. നല്ല ഫോഴ്സിലാണ് നമുക്ക്, നല്ല ഫ്ലെയിം ഉണ്ടല്ലേ? നല്ല ഫ്ലെയിം ഉണ്ട്, നല്ല ഫോഴ്സിലുമാണ് കിട്ടുന്നത്. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വം എന്നുള്ള ഒരു തീം ആണ് ഞങ്ങൾ ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകും. അതെ, എല്ലാവരും അതുപോലെ വന്നു കഴിഞ്ഞാൽ മാലിന്യത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല, തെരുവ് നായയുടെ ശല്യം ഉണ്ടാകുന്നില്ല, എലി പാമ്പ് ഉണ്ടാകുന്നില്ല. എത്ര പേരുള്ള വീട്ടിലേക്കാണ് ഇതൊരു 4 പേരിനകത്തുള്ള വീട്ടുകളിലേക്ക് ഇത് പറ്റും. ഈ ടാങ്ക് മതിയാവും. സെയിൽ ചെയ്യാൻ ആർക്കും പറ്റും, ആർക്കും ചെയ്യാൻ പറ്റും. അതെ, അതിന്റെ ആഫ്റ്റർ സർവീസ് ആണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ പ്ലാന്റിന്റെ ക്വാളിറ്റി. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഏജൻസിയോ ഇടനിലക്കാരോ ആരുമില്ല. എന്നിട്ട് ഞങ്ങളുടെ പ്ലാന്റിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് ഞങ്ങൾ തന്നെ വിതരണം ചെയ്യുന്ന ഒരു ഇതാണ് ഞങ്ങളുടെ പവർ ബയോഗ്യാസ്. ഇത് നമ്മുടെ പച്ചക്കറിയും പഴത്തിൻ്റെയൊക്കെ വേസ്റ്റാണ്. അത് നമ്മൾ വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ട് അടുത്ത ദിവസമാണ്, ഇന്നത്തെ വേസ്റ്റ് നാളെ ഇടും. അത് തൊട്ടടുത്ത ദിവസം ഇടുവാണെങ്കിൽ നല്ലതുപോലെ കുതിർന്ന് നല്ല രീതിയിൽ ഡൈജസ്റ്റ് ആവാൻ അത് സഹായിക്കും. ഈ കാണുന്ന പ്ലാന്റാണ് നമ്മുടെ ഏറ്റവും ചെറിയ പ്ലാന്റ്. ഏറ്റവും ചെറിയ പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് മാലിന്യ സംസ്കരണം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഗ്യാസ് എന്ന് പറയുമ്പോൾ ആ ഗ്യാസിൻ്റെ ലെവൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഗ്ലാസ് വഴി. ഓക്കെ, ഇൻഡിക്കേഷൻ ഉണ്ട്. പാചകത്തിനായിട്ട് നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചേട്ടാ നമ്മുടെ കമ്പനിയുടെ പേര്, ലൊക്കേഷൻ ഒന്ന് പറയാമോ? ഞങ്ങളുടെ കമ്പനിയുടെ പേര് പവർ ബയോഗ്യാസ്. ഓക്കെ. ഞങ്ങൾ കേരള സ്വീറ്റ് മിഷൻ്റെ സർവീസ് പ്രൊവൈഡറാണ്. ഓക്കെ. അതുകൊണ്ട് നമുക്ക് ആ രീതിയിലുള്ള വർക്കുകൾ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് വർക്കുകളും ഫാക്ടറിയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു. ഫാക്ടറിയുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശങ്കരമംഗലം ജംഗ്ഷനിൽ നിന്നും 1 കിലോമീറ്റർ കിഴക്കോട്ട് മാറിയിട്ടാണ് ഫാക്ടറി ലൊക്കേഷൻ. കൊല്ലം ജില്ലയിൽ ശങ്കരമംഗലം ചവറയിൽ ശങ്കരമംഗലം ജംഗ്ഷനടുത്താണ് വരുന്നത്. നിലവിൽ എവിടെയൊക്കെ നമുക്ക് ഡെലിവർ ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മൾ ഓൾ കേരള എവിടെ വേണമെങ്കിലും. കേരളവും കേരളത്തിന് പുറത്ത് ഞങ്ങൾ ചെയ്യാറുണ്ട്. ഡെലിവറി തികച്ചും ഫ്രീ ആണ്. കേരളത്തിനകത്ത് ഡെലിവറി തികച്ചും ഫ്രീ ആണ്. വന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും അല്ലേ? നിലവിൽ വീടുകളിലേക്ക് മാത്രമാണ് ചെയ്ത് കൊടുക്കാറ് ബയോഗ്യാസ് പ്ലാന്റുകൾ? അല്ലല്ല, വീടുകളിലേക്ക് മാത്രമല്ല. വീടുകളിലേക്ക് അല്ലാതെ തന്നെ നമുക്ക് ഹോട്ടലുകൾ, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, പിന്നെ ഫ്ലാറ്റ് കെട്ടിട സമുച്ചയങ്ങൾ, അവിടത്തേക്കെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ. ചേട്ടാ വീട്ടിലേക്ക് ഞാൻ ഇതിൽ ഏതാ വാങ്ങേണ്ടത്? ഞാൻ പറയുന്നത് ഇത് മേടിക്കാനാണ് പറയുന്നത്. ഈ ഒരു മോഡൽ. ഓക്കെ. അപ്പോൾ നമ്മൾ സാധാരണ കണ്ടുള്ളതല്ല ഈ മോഡലാണല്ലോ? ആണല്ലോ. ഇത് നമ്മുടെ നേരത്തെ പഴയ ഒരു മോഡലാണിത്. അതെ. പിന്നെ ഇത് വാട്ടർ ജാക്കറ്റ് മോഡൽ എന്ന് പറയും. ഇതിന് തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. കാര്യം ഇതെന്ന് പറയുന്നത് സൈഡിൽ വെള്ളം നിർത്തിയിട്ട് ഗ്യാസ് നിറയുമ്പോൾ വേസ്റ്റ് ഇട്ട് ഇതുവഴിയാണ് വേസ്റ്റ് ഇടുന്നത്. വേസ്റ്റ് ഇട്ടിട്ട് ഗ്യാസ് നിറയുമ്പോൾ ഇടുമ്പോൾ പൊന്തി വരികയാണ്. ഈ വെള്ളത്തിനകത്താണ് ഇത് പൊന്തി വരുന്നത്. ഈ വെള്ളത്തിനകത്ത് എന്തായാലും കൊതു ഉറപ്പായിട്ടുണ്ടാവും. അതിനെ ഒഴിവാക്കിക്കൊണ്ട് ആന്റി മോസ്കിറ്റോ ഒഴിവാക്കിക്കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് ഇത്. ഇതാണ് ഫുൾ കൺസീൽഡ് ആണ്. ഓക്കെ. അതുകൊണ്ടാണ് ഇത്ര ആവശ്യക്കാർ വരുന്നത്. കാരണം ഈ പ്ലാന്റ് തന്നെ എടുത്തിട്ട് തിരിച്ച് ഞങ്ങൾ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒരുപാട് പേര് ഈ മോഡൽ എടുത്തിട്ട് പറയുന്നുണ്ട് കൊതുവിന്റെ ശല്യം ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു മോഡലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ശല്യം ഉണ്ടാകത്തില്ല. അത് ഉറപ്പാ. മറ്റെന്തൊക്കെ പ്രത്യേകത നമ്മുടെ ഈ മോഡലുള്ളത്? ഈ മോഡൽ ഹൈബ്രിഡ് മോഡലാണ്. ബയോഗ്യാസിന്റെ ഹൈബ്രിഡ് മോഡലാണ് ഇത് വരുന്നത്. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ സ്ലറി വരുന്ന ഭാഗമാണിത്. ഈ മോഡലിനകത്താണെങ്കിൽ സ്ലറി വരുന്ന ഒരു പൈപ്പ് മാത്രമാണ് വെച്ചിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി സ്ലറി പുറത്ത് ഒരു ബക്കറ്റ് വെച്ച് കൊടുക്കുക. അപ്പുറത്ത് വേസ്റ്റ് ഇടുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ സ്ലറി പുറത്തള്ളു. ഇവിടെ അതൊരു ബക്കറ്റിൽ വന്ന് വീഴും. അത് നമുക്ക് എടുത്തിട്ട് കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഗ്യാസ് നിറയുമ്പോൾ ആ ഗ്യാസിൻ്റെ ലെവൽ നമുക്ക് അറിയാൻ പറ്റും ഈ ഗ്ലാസ് വഴി. ഓക്കെ. ഇൻഡിക്കേഷൻ ഉണ്ട്. അന്നേരം ഇത് നമുക്ക് ഏതളവിലാണോ ഗ്യാസ് പൊങ്ങി നിൽക്കുന്നത് ആ അളവ് നമുക്ക് അറിയാൻ പറ്റും, വെളിയിൽ നിന്ന് അറിയാൻ പറ്റും. അതാണ് രണ്ടാമത്തെ ഒരു വ്യത്യാസം. നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുറത്തു നിന്ന് കറക്കി കൊടുക്കുകയോ ഒന്നും വേണ്ട. കമ്മിന് അടക്കം തട്ടാനുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ഡോമിനകത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. എന്ത് സംവിധാനം ചെയ്തിട്ടുള്ളത്? അതിനകത്ത് കുറച്ച് പൈപ്പിന്റെ ലൈനുകൾ അഡീഷണൽ വെച്ചിട്ടുണ്ട്. അത് പൊങ്ങിയും താരിയും ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് കമ്പിന് ഇളക്കം തട്ടും. നമുക്ക് ആ മോഡൽ കാണിച്ചു കൊടുക്കാം. ആ രീതിയിലുള്ള സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇത്ര ആവശ്യക്കാർ വരുന്നത് അല്ലേ? പക്ഷെ ഇപ്പോഴും ഈ ഒരു മോഡൽ പോകുന്നതിന്റെ കാരണം എന്താ? കാലാകാലങ്ങളായിട്ട് ഇത് പഴയ ഒരു മോഡൽ ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ളവർക്ക് അത് തന്നെ മതി. പുതിയ എന്താണെന്ന് അവർക്ക് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ടും പ്രസന്റ് ചെയ്യുന്നത്. ഓക്കെ. അത് വേണോ ഇത് വേണോ, അതിന് കൂടുതൽ ആൾക്കാർക്ക് ഇപ്പൊ ഇതാണ് മതി.
രണ്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. രണ്ടിനും പ്രവർത്തനങ്ങളെല്ലാം ഒന്ന് തന്നെ. ബയോഗ്യാസിന്റെ പ്രവർത്തനങ്ങളെല്ലാം രണ്ടിലും ഒരേപോലെയാണ് നടക്കുന്നത്. പക്ഷേ കുറച്ചുകൂടെ ബെറ്റർ ഒരു അപ്ഡേഷനാണ് ഇത്. കാര്യം മെയിനായിട്ട് കൊതുക് ശല്യമില്ല, സ്മെല്ല് വരുന്നില്ല. അതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് സ്മെല്ലുണ്ടാവാൻ സാധ്യതയുണ്ട് പുറത്തേക്കുമ്പോൾ. കാരണം വേസ്റ്റ് ഇടുന്ന സമയത്ത് ആ വെള്ളത്തിൽ വേസ്റ്റ് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇല പിന്നെ അതുപോലെ തന്നെ ഈ കാക്ക പക്ഷികളൊക്കെ വന്ന് കാഷ്ടിക്കും. പിന്നെ അങ്ങനെയൊക്കെയുള്ള ഉണ്ടായത് സ്മെല്ലുണ്ടാവും. ഇതിനകത്താകുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല, കൺസീൽഡ് ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ആവശ്യക്കാരിലായിട്ട് വരുന്നത് അല്ലേ? ഈ പൊതുവെ ബയോഗ്യാസിൽ ഈ ഹൈബ്രിഡ് എന്ന് പറഞ്ഞ മോഡൽ ഇവിടെയാണ് ഞാൻ കാണുന്നത്. അതെ, നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഇതിന് അതിൻ്റെതായ മെച്ചങ്ങളുണ്ട്. ഓക്കെ, വില എങ്ങനെയാണ്? റീസണബിൾ ആണോ? നമുക്ക് വില റീസണബിൾ ആണ്. കാര്യം നമുക്ക് ഇതിനകത്ത് തന്നെ ഹൈബ്രിഡ് 2 മോഡലുകൾ ചെയ്യുന്നുണ്ട്. ഗ്യാസ് ഉപയോഗിക്കുന്നതും ഗ്യാസ് ഉപയോഗിക്കണ്ടെങ്കിലും വിത്തൗട്ട് ഗ്യാസ് സ്റ്റോറേജും ചെയ്യുന്നുണ്ട്. വിത്തൗട്ട് ഗ്യാസ് സ്റ്റോറേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് പകുതി ഭാഗങ്ങൾ കാണത്തില്ല, സ്റ്റോറേജ് ഏരിയ കാണത്തില്ല. അതാണ് വരുന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി മാത്രം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗ്യാസ് എടുക്കാനുള്ളത്. ശരിക്കും ഇതിന്റെ ഇപ്പോഴത്തെ കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്? ഇതിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 രീതിയിലുള്ള ആൾക്കാർ വരുന്നുണ്ട്. കാര്യം ഒന്നാമത്തെ സ്ഥല സൗകര്യം ഇല്ലാത്തവർക്ക്, മെയിനായിട്ട് വീട്ടിൽ 2.5 സെന്റ് 3 സെന്റിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും അത്യാവശ്യമാണ്. കാര്യം മാലിന്യം വലിച്ചെറിയാൻ സ്ഥലമില്ലാത്തവർക്കും മാലിന്യം റോഡിലിട്ട് കഴിഞ്ഞാൽ പിഴ ചുമത്തപ്പെടും. ഗവൺമെന്റിന്റെ ഇപ്പോൾ ഒരു പ്രത്യേക കർശനമായ നിർദ്ദേശമുണ്ട്. പിന്നെ അല്ലാതെ 3000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ ഏരിയ ഉള്ള വീട്ടുകൾക്ക് നിർബന്ധമാണ്. ഓക്കെ, അപ്പൊ അവർക്കെല്ലാം ഇപ്പൊ ഇത് ആവശ്യമാണ്, പ്ലാന്റ് ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ? ഇനി ഒരുപാട് പേർക്കുള്ള സംശയമാണ്, ഇപ്പൊ വിദേശത്തുള്ള ഒരുപാട് പേര് ഇവിടെ വീടൊക്കെ വെച്ചിട്ട് അവർക്ക് വീട് വെച്ചിട്ട് അവർ ലീവിന് വരും, തിരിച്ചു പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പൊ അവർ സംശയം എന്ന് പറഞ്ഞാൽ ഈ ബയോഗ്യാസ് പ്ലാന്റ് വയ്ക്കാൻ സമയത്ത് വീട്ടിൽ ആൾ വേണോ, നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും സൗകര്യം ചെയ്തു തരണോ, അതൊക്കെയാണ് സംശയങ്ങൾ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്ലാന്റ് ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 14 ദിവസം കഴിഞ്ഞിട്ട് വേസ്റ്റ് ഇട്ട് തുടങ്ങണം. വേസ്റ്റ് ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ കൂടുതൽ ഡിലേ വരാൻ പാടില്ല. കാര്യം ഇതിനകത്ത് ബാക്ടീരിയൽ പ്രോസസ്സ് ആയതുകൊണ്ട് ഈ ബാക്ടീരിയയ്ക്ക് വേണ്ടുന്ന ഭക്ഷണമാണ് നമ്മൾ വേസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ അത് കണ്ടിന്യൂസ് കൊടുത്തോണ്ടേ ഇരിക്കണം. എന്നാൽ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അവർ ഒന്നുമില്ലെങ്കിൽ ആരെങ്കിലും വന്ന് അടുത്ത വീട്ടിൽ നിന്നോ കുറച്ച് വേസ്റ്റ് കൊണ്ടിടുകയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുകയോ എന്തെങ്കിലും ചെയ്തിരിക്കണം. അത് ഇടയ്ക്കെങ്കിലും ഉപയോഗിക്കണം. ഓക്കെ, അല്ലാതെ യാതൊരു ഡാമേജും വരില്ല. നമ്മൾ ഇവിടെ കൊടുക്കുന്ന പ്ലാന്റുകൾക്ക് വാറണ്ടിയുടെ കാര്യം എങ്ങനെയാണ്? ഞങ്ങൾ 1 വർഷം വരെ സർവീസ് വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഫ്രീ ആണത്. ഫ്രീ സർവീസാണ് വരുന്നത്. 10 വർഷം വരെ സർവീസ് സപ്പോർട്ട് ഉണ്ട്. പെയ്ഡ് സർവീസ് ആയിരിക്കും. അത് നമ്മൾ ആദ്യത്തെ 1 വർഷം പ്ലാന്റിൻ്റെതായ എന്ത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടായാൽ തന്നെയും റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് പറയുന്നത്. ഇപ്പോൾ ഡോം ലീക്ക് ഉണ്ടോ അല്ലെങ്കിൽ പൊട്ടലുണ്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ റീപ്ലേസ്മെന്റ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ ഓൺ സൈറ്റ് സർവീസ് ഉണ്ടായിരിക്കും. വേണ്ട സപ്പോർട്ടെല്ലാം ചെയ്തു കൊടുക്കും. ഓക്കെ, നമുക്ക് ഇതിന്റെ കപ്പാസിറ്റി എങ്ങനെയാണ്? എത്ര ലിറ്റർ മുതൽ എത്ര ലിറ്റർ? നമ്മൾ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ദിവസം മാലിന്യത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 2 കിലോ കരമാലിന്യവും 2 ലിറ്റർ ലിക്വിഡ് വേസ്റ്റ് ഒഴിക്കാവുന്ന ഒരു പ്ലാന്റാണ് ഇത്. ഇതിന്റെ ഡൈജസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ 500 ലിറ്ററാണ് വരുന്നത്. ടോട്ടൽ വരുമ്പോഴത്തേക്ക് 750 ലിറ്ററോളം വരും ടോട്ടൽ വോളിയം വരുമ്പോഴത്തേക്ക്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും ചെറിയ മോഡൽ, ബേസ് മോഡൽ. പെർ ഡേ 2 കിലോ മാലിന്യം സംസ്കരിക്കാവുന്ന പ്ലാന്റ്. ഈ ഒരു ഹൈബ്രിഡ് പ്ലാന്റ് ഉണ്ടെങ്കിലേ എലിയും പാമ്പൊന്നും വരില്ല. ശരിയാണ്, എലിയും പാമ്പ് വരത്തില്ല. കാര്യം നമ്മൾ വേസ്റ്റ് കൊണ്ടൊന്ന് വെളിയിൽ കളയുമ്പോഴും പുറത്ത് പറമ്പിൽ കൊണ്ട് കളയുമ്പോഴും സമയത്ത് എലി ഉണ്ടാവും. എലി ശല്യം തീർച്ചയായിട്ടും ഉണ്ടാവും. ആ എലിയെ പിടിക്കാനായിട്ട് പാമ്പ് വരും. അന്നേരം പാമ്പിന്റെ ശല്യം ഒഴിവാക്കാൻ ഏറ്റവും ബെറ്റർ ഐഡിയ ആണ് നമ്മുടെ മാലിന്യം നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ച് അതിനകത്ത് നിക്ഷേപിക്കുക. എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള ഒരു തീം ആണ് ഞങ്ങൾ. ആ രീതിയിൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെ, എല്ലാവരും അതുപോലെ വന്നു കഴിഞ്ഞാൽ മാലിന്യത്തിന്റെ പ്രശ്നം ഉദിക്കുന്നില്ല, തെരുവ് നായയുടെ ശല്യം ഉണ്ടാകുന്നില്ല, എലി പാമ്പ് ഉണ്ടാകുന്നില്ല. ഒരുപാട് പേര് ഇപ്പം ഈ ബയോഗ്യാസ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്ര എൻക്വയറി വരേണ്ട കാരണം? അത് ക്വാളിറ്റിയാണ് മെയിനായിട്ട്. ക്വാളിറ്റിയും ആഫ്റ്റർ സർവീസും, അതാണ് രണ്ടും ഞങ്ങളുടെ ഒരു കമ്പനിയുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത്. കാര്യം നമുക്ക് ഒരു പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആഫ്റ്റർ സർവീസാണ് കസ്റ്റമേഴ്സ് ആർക്കും ചെയ്യാൻ പറ്റും. അതിന്റെ ആഫ്റ്റർ സർവീസാണ് ഏറ്റവും മെയിനായിട്ട് വേണ്ടത്. പിന്നെ പ്ലാന്റിന്റെ ക്വാളിറ്റി. ഇപ്പൊ ഞങ്ങളുടെ ഒരു ഏജൻസിയോ ഇടനിലക്കാരോ ആരുമില്ല. എന്നിട്ട് ഞങ്ങളുടെ പ്ലാന്റിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത് ഞങ്ങൾ തന്നെ വിതരണം ചെയ്യുന്ന ഒരു ഇതാണ് ഞങ്ങളുടെ പവർ ബയോഗ്യാസ്. നമ്മൾ നിൽക്കുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ യൂണിറ്റ്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ മോൾഡ് വർക്കാണ്. കാര്യങ്ങളെല്ലാം ചെയ്ത് ഇങ്ങനെയാണ്. ഇതിവിടെ വരുന്ന ആർക്കും കാണാം. തുറന്നിട്ടിരിക്കുകയാണ്. അതെ, ആർക്കും കാണാം. ഓക്കെ, ഇത് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ മിക്സിങ് കാര്യങ്ങൾ ഇതിലാണ്. ചേട്ടാ, പിന്നെ ഈ കസ്റ്റമൈസ്ഡ് പ്ലാന്റുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്ന് കേട്ടു. അതിന്റെ കാര്യം എങ്ങനെയാണ്?
എന്ന് പറഞ്ഞാൽ പൊതുവേ ഇപ്പൊ എല്ലാവർക്കും റെഡി സ്റ്റോക്കാണ് കിട്ടാറ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് സൈഡിലൊക്കെ പോയിട്ട് നോക്കിയിട്ട് അവരുടെ സൗകര്യത്തിന് കാര്യം എന്ന് പറഞ്ഞാൽ ചില ഏരിയയിൽ സ്ഥലം കാണത്തില്ല വീട്ടുകളിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ പ്ലാന്റ് കയറ്റി കൊണ്ട് പോകാൻ പറ്റത്തില്ല. അതിന് ചെറിയ പ്ലാന്റ് വേണം. അപ്പൊ നമ്മുടെ ഈ മോൾഡിൽ ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്ലാന്റ് 90 സെന്റിമീറ്റർ ഡയലാണ് ഏറ്റവും ചെറിയ പ്ലാന്റ്. ഇപ്പോൾ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു പിന്നെ ഈ ഫ്ലാറ്റുകളിലോ ഒക്കെ ആണെങ്കിൽ അകത്തോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, കാര്യം എല്ലാം കെട്ടി അടച്ചു വെച്ചിരിക്കും. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോൾ നമുക്കിപ്പോൾ അവർക്ക് ഒരു 1 മീറ്റർ ഡയുള്ള ഒരു സ്ഥലം പ്ലാന്റ് വെക്കണമെങ്കിൽ അവിടെ സ്ഥലം കാണത്തില്ല. എന്നിട്ട് അതിനുവേണ്ടി നമ്മൾ ആ ഡയ കുറച്ചിട്ട് ലെങ്ത് കൂട്ടിക്കൊണ്ട് ആ കസ്റ്റമേഡ് അവരുടെ അളവനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കും. ഷേപ്പ് വ്യത്യാസപ്പെടും, ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോ പുട്ടി മിക്സ് ചെയ്യുകയാണിത്. അത് മാറ്റിയിട്ടിട്ട് അത് മാറ്റി ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെസിൻ A to Z വർക്ക് ഇവിടെ തന്നെയാണ് ചെയ്യുന്നത്. A to Z എല്ലാം ഇവിടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പ്രൈസ് കൊടുക്കാൻ പറ്റുന്നത്. ഈ കാണുന്ന പ്ലാന്റാണ് നമ്മുടെ ഏറ്റവും ചെറിയ പ്ലാന്റ്. ഏറ്റവും ചെറിയ പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് മാലിന്യ സംസ്കരണം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഗ്യാസ് ഉപയോഗിക്കുന്നില്ല, ഗ്യാസ് വേണ്ട, അവർക്ക് ഗ്യാസ് വേണ്ട, എൻ്റെ ഒഴിവാക്കിയാൽ മതി, അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പ്ലാന്റാണ് ഇത്. ഏറ്റവും ചെറിയ പ്ലാന്റ്. എത്ര കപ്പാസിറ്റി? ഇതിനകത്ത് ഒരു ദിവസം 2 കിലോ മാലിന്യം സംസ്കരിക്കാൻ പറ്റും. 500 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഒരു വീട്ടിലേക്ക് ഇത് മതിയാവും. 90 സെന്റിമീറ്റർ ഡയമീറ്റർ, 1,20 ഹൈറ്റും ആണ് വരുന്നത്. ഇതിനകത്ത് ഗ്യാസ് ഉണ്ടാവും. ഇതിനകത്ത് ബാക്കി പ്രവർത്തനങ്ങളെല്ലാം സെയിം തന്നെയാണ്. ഗ്യാസ് സ്റ്റോറേജ് ഇല്ലാത്തത് കൊണ്ട് കത്തിച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഉണ്ടാകുന്ന ഗ്യാസ് വെന്റ് ചെയ്ത് കളയും. ഈ വെന്റ് ചെയ്ത് കളയുന്ന ഗ്യാസ് നമുക്ക് ദോഷം ചെയ്യുന്നതുമല്ല, കാരണം സ്റ്റോർ ചെയ്തിട്ട് തുറന്നു വിടുമ്പോഴാണ് സ്മെല്ല് ഉണ്ടാകുന്നതും ഡേഞ്ചർ ആവുന്നതും. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് നമ്മളൊരു ഓസ് കണക്ട് ചെയ്തിട്ട് അതിനകത്ത് ഉണ്ടാകുന്ന ഗ്യാസ് വെള്ളത്തിൽ ലയിപ്പിച്ച് കളയത്താണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ്. ഗ്യാസ് കൂടെ വരുന്ന മോഡൽ കാണിച്ചു. ഗ്യാസ് ഉള്ള ഏറ്റവും ചെറിയ മോഡൽ. സ്റ്റാർട്ടിംഗ് മോഡൽ. കപ്പാസിറ്റി എത്ര? കപ്പാസിറ്റി 500 ലിറ്റർ ഡൈജസ്റ്റ് ഏരിയ വരുന്നതാണ്. 750 ലിറ്റർ ടോട്ടൽ വോളിയം വരുന്നുണ്ട്. 2 കിലോ ഖരമാലിന്യം 2 ലിറ്റർ വെള്ളം ഇതിനകത്ത് ഒഴിക്കാൻ പറ്റും ഒരു ദിവസം. അരമണിക്കൂർ തുടങ്ങി 3/4 മണിക്കൂർ കത്തിക്കാനുള്ള ഗ്യാസ് ഇതിനകത്തുണ്ടാവും. എത്ര പേരുള്ള വീട്ടിലേക്കാണ് ഇതൊരു 4 പേരിനകത്തുള്ള വീട്ടുകളിലേക്ക് ഇത് പറ്റും. ഈ ടാങ്ക് മതിയാവും. പിന്നെ 4 പേരുള്ള ചില വീട്ടുകളിൽ വേസ്റ്റിന്റെ അളവ് കൂടുതലായിരിക്കും. നമ്മൾ അതുകൂടെ ശ്രദ്ധിക്കണം. 2 കിലോ വേസ്റ്റ് കൂടുതൽ ഇടാൻ പാടില്ല. അതൊരു മെയിൻ ഘടകമാണ്. ഒരു ദിവസം 2 കിലോ വരെ. എനിക്കിപ്പോഴേ എന്റെ വീട്ടിലേക്ക് ഈ സ്റ്റാർട്ടിംഗ് മോഡലില്ലേ, ഇതിപ്പോ ഞാൻ ഓർഡർ ചെയ്യാണ്. അപ്പൊ എത്ര രൂപ സ്പെൻഡ് ചെയ്യണം, എങ്ങനെയാണ് കാര്യങ്ങൾ, ഇതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ സ്റ്റാർട്ടിംഗ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ് വിത്തൗട്ട് ഗ്യാസ് സ്റ്റോറേജിൽ വരുമ്പോൾ 24,000 രൂപയാണ്. വീട്ടിൽ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു പ്രൈസിന് GST ഉൾപ്പെടെ. ഡെലിവറി ചാർജസോ വേറെ ഹിഡൻ ചാർജസുകളോ ഒന്നുമില്ല. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ കേരളത്തിൽ എവിടെയും ഇതേ കോസ്റ്റിലാണ് അവിടെ കൊണ്ട് സെറ്റ് ചെയ്ത്. ഫ്രീ ഡെലിവറി വീട്ടിൽ അല്ലേ? അതെ. ഇത് 24,000 രൂപയും ഇതിന് 28,000 രൂപയാണ് വരുന്നത്. ഇതിന്റെ കൂടെ എന്തൊക്കെയാണ് വരുന്നത്? ഇതിന്റെ കൂടെ ഒരു ബർണർ ഉണ്ട്, സിംഗിൾ സ്റ്റവ് ഉണ്ടാവും. പിന്നെ അതിന്റെ ആക്സസറീസ്, വാൽവ്, ഓസ്, മറ്റുള്ള കാര്യങ്ങൾ, ഇൻസ്റ്റാളേഷൻ. ചാണകം കൊണ്ടുവന്ന് നമ്മൾ തന്നെ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്ത് തരും. എല്ലാ കാര്യങ്ങളും അല്ലേ? അതിനകത്ത് GST ഉൾപ്പെടെ ആയിരിക്കും. വേറൊരു ചാർജും ഇല്ല. 28,000 രൂപ. ഹായ്, എൻ്റെ പേര് രാധാമണി. ഇത് എൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റാണ്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 10 കിലോയാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ ഈ ബയോഗ്യാസ് പ്ലാന്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ 1 വർഷത്തിന് മുമ്പ് ഈ ഹൈബ്രിഡ് ബയോഗ്യാസ് പ്ലാന്റിൻ്റെ കാര്യം ഇങ്ങനെ ഞങ്ങൾ അറിയാനിടയായി. അപ്പോൾ ഞങ്ങൾ അതൊന്ന് പരീക്ഷിക്കാനായിട്ട് വെച്ച് നോക്കിയതാണ്. പക്ഷേ അത് നല്ല സക്സസ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഒരു ദിവസം ഇതിനകത്ത് 10 കിലോ സോളിഡ് വേസ്റ്റും 10 കിലോ ലിക്വിഡ് വേസ്റ്റും ഇതിനകത്ത് നിക്ഷേപിക്കാൻ പറ്റും. ഇന്നത്തെ വേസ്റ്റ് ഞാൻ ഇതിനകത്ത് ഇട്ട് കാണിക്കാം. ഇത് നമ്മുടെ പച്ചക്കറിയും പഴത്തിൻ്റെയൊക്കെ വേസ്റ്റാണ്. അത് നമ്മൾ വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ട് അടുത്ത ദിവസമാണ്. ഇന്നത്തെ വേസ്റ്റ് നാളെ ഇടും. അത് തൊട്ടടുത്ത ദിവസം ഇടുവാണെങ്കിൽ നല്ലതുപോലെ കുതിർന്ന് നല്ല രീതിയിൽ ഡൈജസ്റ്റ് ആവാൻ അത് സഹായിക്കും. പിന്നെ കുറച്ചൊന്ന് മിക്സിക്കകത്തൊക്കെ ക്രഷ് ചെയ്തിടുകയാണെങ്കിൽ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവും. അപ്പോൾ ഗ്യാസ് എളുപ്പം നമുക്ക് കൂടുതൽ അളവിൽ എളുപ്പം കിട്ടുകയും ചെയ്യും. വേസ്റ്റ് ഇട്ടതിന് ശേഷം ഇത് നല്ല ഇതായിട്ട് അങ്ങ് അടയ്ക്കുക. അല്ലെങ്കിൽ ഈച്ചയുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അതിനകത്ത് ഈച്ചയുടെ മുട്ട വീണ് കഴിഞ്ഞാൽ ഇതിനകത്തൊരു ലാർവ ഉണ്ടാകും ഈച്ചയുടെ. അത് നമുക്ക് ദോഷകരമായിട്ട് വരും. അതുകൊണ്ട് എപ്പോഴും വേസ്റ്റ് ആയാലും അടച്ചു വെക്കണം. ഇതിൻ്റെ ഈ ഇൻലെറ്റും നമ്മളിത് കവർ ചെയ്ത് വെക്കണം. ഇതിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ട് കിട്ടുന്നതാണ് ഈ സ്ലറിയും അതുപോലെ തന്നെ ഗ്യാസും നമുക്ക് കിട്ടുന്നത്. അപ്പം ഇത് നമുക്ക് എടുത്ത് നമുക്ക് എല്ലാ കൃഷിക്കും ഉപയോഗിക്കാം. നല്ല ജൈവവളമാണിത്. ഇതേപോലെ ഇതിനകത്ത് ഇതുപോലെ ചെറിയ ഒരു അടപ്പ് പോലുണ്ട്. അത് ചെറിയ രീതിയിൽ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. അത് കൂടുതൽ അളവിൽ വരുവാണെങ്കിൽ അത് തനിയെ തന്നെ തുറക്കുകയും ചെയ്യും. അത് നമുക്കത് നല്ല രീതിയിൽ കളക്ട് ചെയ്ത് നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം.
ഇതിൽ നിന്ന് വരുന്ന സ്ലറി നമ്മൾ വേറൊരു പാത്രത്തിനകത്തോട്ട് കളക്ട് ചെയ്തിട്ട് നമുക്ക് പച്ചക്കറികൾക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനകത്ത് ഒരു 1 കപ്പിന് 3 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്താണ് നമ്മളിത് ഒഴിക്കേണ്ടുന്നത്. ഇതാണ് ഒഴിച്ചാണ്. മരങ്ങൾക്കൊക്കെ ആകുമ്പോൾ വലിയ മരങ്ങൾക്കൊക്കെ ആകുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒഴിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അത് ഇച്ചിരി ദൂരെ കൂട്ടി നമ്മൾ തടം എടുത്തിട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് ഒഴിച്ചാൽ മതി. അതേസമയത്ത് തക്കാളി പോലുള്ള പച്ചമുളക് പോലുള്ള ചെറിയ ചെടികൾക്കാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് തന്നെ ഒഴിക്കണം. അതെല്ലാം എന്നുണ്ടെങ്കിൽ അത് ചെടി വാടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എൻ്റെ ഇത് പ്രിയോരു മാവാണ്. ഇത് 3 വർഷം കഴിഞ്ഞപ്പോൾ കായ്ച്ചതാണ്. അപ്പോൾ ഈ വർഷം നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതിന് മുമ്പ് ഞാൻ ഈ സ്ലറി ഒഴിക്കാൻ ഇതിനകത്ത് തുടങ്ങിയായിരുന്നു. പക്ഷേ ഒരു മഴ വന്നതോടുകൂടി നമ്മുടെ പൂവെല്ലാം അങ്ങ് പൊഴിഞ്ഞു പോയെങ്കിലും കുറച്ച് കായ്കളൊക്കെ ദാണ്ട് ആദ്യം വന്ന കായ്കളാണിതെല്ലാം. പിന്നെ ഇപ്പം കുറച്ച് കായ്കളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എങ്കിലും പരീക്ഷണത്തിൽ എനിക്കത് വിജയകരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. ഈ ഈ സ്ലറി തന്നെ ഒഴിക്കുന്നത്, അല്ലാതെ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. പിന്നെ ഇത് ഡയറക്റ്റ് നമുക്ക് ഒഴിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഇച്ചിരി ദൂരെ കൂട്ടി ഒഴിക്കണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ പ്ലാന്റ് ഞാൻ വെച്ചതിന് ശേഷം എനിക്ക് അടുക്കളയിൽ ആവശ്യത്തിന് വേണ്ടുന്ന ഗ്യാസും ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പച്ചക്കറി കൃഷിക്ക് വേണ്ടുന്ന ജൈവവളവും ലഭിക്കുന്നുണ്ട്. അതെനിക്ക് ഒരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പ്ലാന്റ് വെക്കുമ്പോൾ നമുക്ക് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഡൈജസ്റ്റ് ആവുന്ന കാര്യങ്ങൾ, അതായത് ഫുഡ് വേസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ ഇതുപോലെ വെള്ളത്തിൽ ചേർത്തിടാം. പിന്നെ അല്ലാതെ തന്നെ ഇടാൻ പാടില്ലാത്ത ചില സാധനങ്ങളുണ്ട്. അതെന്ന് പറഞ്ഞാൽ മുട്ടത്തോട്, നമ്മുടെ ഉള്ളിയുടെ പുറന്തൊലി, പിന്നെ ഓറഞ്ച്, നാരങ്ങ, ഇതിൻ്റെയൊക്കെ തൊണ്ട്, ഇതൊക്കെ ഇതിനകത്ത് ഇടാൻ പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഇതിനകത്തുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ചാണകത്തിൽ നിന്ന് വരുന്ന ആ ലാർവ നശിച്ചു പോകും. എന്നുവെച്ചാൽ കെമിക്കൽ റിയാക്ഷൻ നടന്ന് അതിൻ്റെ ആ ലാർവ നമുക്ക് നശിച്ചു പോകും. പിന്നെ വീണ്ടും നമുക്കത് ആദ്യം മുതൽ ഇത് റീഇൻസ്റ്റാൾ ചെയ്യേണ്ടുന്ന ഒരവസ്ഥ വരും. അതെല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് ഇത് കൈകാര്യം ചെയ്യുവാണെങ്കിൽ വർഷങ്ങളോളം, ഒരുപാട് വർഷം നമുക്കിത് നല്ല രീതിയിൽ ഉപയോഗിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇവിടുത്തെ സ്റ്റൗ ഒന്ന് കത്തിച്ച് നോക്കിയാലോ? നമുക്ക് ഇവിടുത്തെ സ്റ്റൗ ഒന്ന് കത്തിച്ച് കാണിക്കാം. ഞാൻ ഈ സ്റ്റൗ കത്തിച്ച് കാണിക്കാം. നമുക്ക് ഇച്ചിരി വെള്ളം ചൂടാക്കാം അല്ലേ. നല്ല ഫോഴ്സിലാണ് നമുക്ക് നല്ല ഫ്ലെയിമുണ്ട്, നല്ല ഫോഴ്സിലുമാണ് കിട്ടുന്നത്. ഇതിനകത്ത് ഇപ്പം ഞാൻ രാവിലെ ചോറ് വെക്കും. പിന്നെ നമുക്ക് ദോശയോ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ആണെങ്കിൽ മീൻ വറുക്കൽ, നമുക്ക് LPGയിൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്യും. അങ്ങനെ 2.5-3 മണിക്കൂർ നമുക്കിത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാം. അതല്ല രാവിലെ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് 2 മണിക്കൂർ ഉപയോഗിക്കുന്നതെങ്കിൽ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ വൈകുന്നേരം സന്ധ്യയോടടുത്ത് നമുക്ക് എന്തെങ്കിലും ഇതിനകത്ത് ചൂടാക്കിയൊക്കെ ചെയ്യണമെങ്കിൽ, അഥവാ വെള്ളം തിളപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. പിന്നെ ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് വീണ്ടും ഗ്യാസ് ലഭിക്കും ഇതിൽ നിന്ന്. ഓക്കെ, അപ്പോൾ ഈ പ്ലാന്റ് വെച്ചത് എന്തായാലും ഉപകാരമായി. ഈ പ്ലാന്റ് വെച്ചത് എന്തായാലും ഉപകാരമായി. അത് വളരെ നല്ല രീതിയിൽ ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റുന്നത് ഇതെനിക്ക് വളരെ നല്ല സന്തോഷം തന്നിയ ഒരു കാര്യമാണ്. എന്നുവെച്ചാൽ LPG നല്ല രീതിയിൽ ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ LPGയിൽ അങ്ങനെ കൂടുതൽ ഉപയോഗിക്കുന്നില്ല. ഒരു മാസം കഷ്ടിച്ച് മാത്രമേ ഞങ്ങൾക്ക് ഈ LPG നിൽക്കത്തുള്ളൂ. ഞങ്ങളൊരു 9 അംഗങ്ങളുള്ള ഒരു കുടുംബമാണ്, വലിയ കുടുംബമാണ്. അന്നേരം ഞങ്ങൾക്ക് 1 മാസം പോലും കഷ്ടിച്ച് 26-27 ദിവസമൊക്കെ കഷ്ടിച്ച് നിൽക്കത്തേ ഉള്ളായിരുന്നു. ഒരു വീട്ടമ്മയെന്നുള്ള നിലയിൽ എനിക്ക് ഈ ഗ്യാസ്, അതായത് ഇപ്പോഴത്തെ ഹൈബ്രിഡ് ബയോഗ്യാസ്, പണ്ട് ഉപയോഗിച്ചിരുന്നതിനെക്കാട്ടി കൂടുതൽ ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ഹൈബ്രിഡ് ബയോഗ്യാസ് ആണ്. എന്നുവെച്ചാൽ നമുക്ക് പിന്നെ വേസ്റ്റ് ഇട്ടതിന് ശേഷം നമുക്ക് അതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അത് തനിയെ ഡൈജസ്റ്റ് ആയിക്കോളും, ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. അത് സ്ലറി ഉണ്ടാവും. ആ സ്ലറി എടുത്ത് നമുക്ക് കാർഷിക ആവശ്യങ്ങൾക്കായിട്ട് എടുക്കാം. പിന്നാണെങ്കിൽ ഇതുപോലെ പാചകത്തിനായിട്ട് നല്ല ഒരു കംഫർട്ടബിളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗ്യാസിന്റെ ചിലവ് കുറച്ചു. ഗ്യാസിന്റെ ചിലവ് കുറച്ചു, അതെന്തായാലും പറയാമല്ലോ. 1 മാസം നമുക്ക് കഷ്ടിച്ച് ഒരു 28 ദിവസം 26 ദിവസമോ ചിലപ്പോൾ 19 ദിവസമൊക്കെ ആകുമ്പോൾ, എന്ന് വെച്ചാൽ ഉപയോഗത്തിൻ്റെ അനുസരിച്ച് നമുക്കിത് തീരുമായിരുന്നു. പക്ഷേ ഇപ്പോഴും നമുക്ക് അത്യാവശ്യം ചില കാര്യങ്ങൾ, അതായത് ഇതിന് ചോറ് വെക്കുന്നത്, വെള്ളം തിളപ്പിക്കുന്നത്, മീൻ കറി വെക്കുന്നത് ഒക്കെ ഞങ്ങൾ ഇതിനകത്തോട്ട് ഷിഫ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് റെസ്റ്റ് കൊടുത്തിരിക്കുക. ഓക്കെ, ഈ ഒരു സ്റ്റൗ എല്ലാം ഇതിന്റെ കൂടെ തന്നെ കിട്ടിയതാണ്.
സ്റ്റവ് എല്ലാം ഇതിൻ്റെ കൂടെ ഉള്ളതാണ്. ഓക്കെ. പിന്നെ നമുക്ക് ഒരു ഇൻസ്റ്റലേഷനും അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും പിന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അന്നേരം നമ്മൾ ഒരു ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വന്ന് കാര്യങ്ങളെല്ലാം റെഡിയാക്കി തരും. അങ്ങനെ എന്തെങ്കിലും അതുപോലെ തന്നെ വേസ്റ്റ് ഇടുമ്പം ചിലപ്പം ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ട് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഉരുളൻകിഴങ്ങായാലും വഴുതനങ്ങ ആയാലും ഏതായാലും നമ്മൾ പച്ചക്കറി വേസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് അതുപോലെ അങ്ങ് എടുത്ത് ഒഴിക്കരുത്. അതിനകത്ത് കട്ടിയായിട്ട് എന്തെങ്കിലും കിടക്കുന്നെങ്കിൽ നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും അതുപോലെ തന്നെ പെട്ടെന്ന് ഗ്യാസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഗ്യാസ് പ്രൊഡക്ഷൻ ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് ഡൈജഷൻ പെട്ടെന്ന് നടക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ട ഈസി മാർഗ്ഗമാണ്. നമ്മൾ ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ മിക്സിക്കകത്ത് ജാറിനകത്തായിരിക്കും ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇടുന്നത്.